ഹലോ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് വൈകിട്ടോ. ഇത് ഞാൻ ആക്ച്വലി റംസാൻ എടുത്ത വീഡിയോ ആണേ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ ഇന്ന് നമുക്ക് അവധിയാണ് കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് വേറെ കുറച്ച് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. വിഷു സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ചെറിയൊരു വർക്ക് ഉണ്ട്. ഇന്നലെ നമ്മുടെ ഈ പെരുന്നാൾ ഇന്നലെയാണോ ഇന്നാണോ ഇന്നാണോ നാളെ ആണോ എന്ന് ഡൗട്ട് ആയത് കാരണമുണ്ട് ഇന്നലെ ഒരു സംഭവം, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്പെഷ്യൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് പോസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു വർക്ക് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് പരിപാടികളിലേക്ക് കിടക്കാം. ലേറ്റഡ് എന്താന്ന് വെച്ചിട്ട് നമ്മളപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ്, വിഷു സ്പെഷ്യൽ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി റംസാൻ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. അപ്പൊ അവിടെ അമ്മ കുറെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസ് ക്യാരറ്റ് ഒക്കെ അരിഞ്ഞു വെച്ചു. റൈസ് ഇവിടെ വേവിച്ചു വെച്ചു. ഇനി ഇതിന്റെ ബാക്കി പരിപാടികളും, പിന്നെ നമ്മൾ പനീർ ബട്ടർ മസാല. ബട്ടറൊന്നുമില്ല നോക്കിയിട്ടാണ് ഞാൻ അവിടെ വാങ്ങിച്ചത്. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ? ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്താൽ മതി, അതാ നല്ലത്. അപ്പം പിന്നെ വൈകുന്നേരം നമുക്ക് പോയാൽ മതി. ഇപ്പോൾ വീട്ടിലെത്താൻ വാട്ടർ വേണോ? അപ്പൊ ഞങ്ങൾ ബിരിയാണിയുടെ പരിപാടി നോക്കട്ടെ. പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം. അതിൽ പനീർ ഉണ്ട്, പക്ഷെ ബാക്കി സാധനങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ ഒന്ന് ഓർഡർ ചെയ്ത് അവിടെ ലേറ്റ് ഉണ്ട് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ സബോളയും തക്കാളിയും വഴറ്റാണ് ചെയ്യേണ്ടത്. സബോള വഴണ്ടി വരുമ്പോൾ തക്കാളി ഇടുക. അത് അത്യാവശ്യം വേവായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ബീൻസും ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ബിരിയാണി മസാല ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മസാല. അത് വേവിച്ച് വെച്ചിട്ടുള്ള റൈസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയാണ്. അത് കഴിഞ്ഞ് ഞാൻ പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബട്ടർ ചൂടാക്കുകയാണ്. ചൂടാക്കിയ ബട്ടറിലേക്ക് നമ്മൾ സബോള വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടു. അതിൻ്റെ ഇടയിൽ ജുഗുനു വന്ന് എന്തൊക്കെയോ കാഷ്യൂ കഴിച്ചിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സബോള വഴണ്ടി കഴിഞ്ഞാൽ അതിലേക്ക് കാഷ്യൂ ഇടണം. കാഷ്യൂ ആണ് പനീർ ബട്ടർ മസാലയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാഷ്യൂ ആവശ്യമാണ്. ഒരു 10-15 എണ്ണം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിടുക. എന്നിട്ട് ഇതിൻ്റെ സ്മെല്ല് മാറുന്ന വരെ നമ്മൾ നല്ലോണം ഇളക്കുക. ഇതാണ് പനീർ ബട്ടർ മസാലയിലേക്കുള്ള അരപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ആ ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പം വേവിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് നമുക്ക് ഫൈനൽ സ്റ്റേജിലൊക്കെ. അപ്പം ഞാനത് അരച്ചെടുത്തു. അതാണ് നമ്മുടെ ഗ്രേവി. ആ ഗ്രേവി വേവിക്കാൻ വെച്ചു. തക്കാളിയുടെ സ്മെല്ലൊക്കെ പോകുന്ന വരെയാണ് ശരിക്കും വേവിക്കേണ്ടത്. ഞാൻ ഓൾറെഡി തക്കാളി വേവിച്ച കാരണം ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പനീർ ആഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പാണ് ശരിക്കും പനീർ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ആക്ച്വലി റെഡിയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട്. എന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ടും ഭംഗിക്ക് വേണ്ടിയിട്ടും നമ്മുടെ മല്ലിയില ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാലയും ബിരിയാണിയും റെഡിയാണ്. പിന്നെ ഈ കാണുന്നത് സോറി ചേട്ടന് ഉള്ളി അരിയുന്നതാണ് കേട്ടോ. നാക്ക് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല ഉള്ളി അരിയുമ്പോൾ എന്നാണ് പറയണത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ലഞ്ച് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണിയും പനീർ ബട്ടർ മസാലയും സാലഡ് പപ്പടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് റംസാൻ സ്പെഷ്യൽ ലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആഘോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചൂട് കൊള്ളണമെന്ന് തോന്നുന്നു, ഇത്രയും വൃത്തിയിടാവണം മുഖമൊക്കെ.
അപ്പൊ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്തൊരു പരിപാടി. ജിബ എവിടേക്കാ പോണേ? കിഡ്സ് ക്യാപിറ്റലിലേക്ക് പോവാണോ? അവിടെ എന്തൊക്കെയല്ലേ? അവിടെ ജുഗിന് പറയണ പിന്നെ ആണോ? ജുഗിന് പറഞ്ഞ പോലെ ഞങ്ങൾ കിഡ്സ് ക്യാപിറ്റലിലേക്കാണ് കേട്ടോ പോണത്. ഇരുമ്പനത്താണ് കിഡ്സ് ക്യാപിറ്റൽ ഉള്ളത്. നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡൾട്ട്സിനും കിഡ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കുട്ടീൻ്റെ കൂടെ ഒരു അഡൾട്ടിന് കയറാൻ പറ്റും. 499 രൂപയാണ് വരുന്നത് ഒരു കുട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ ഒരു അഡൾട്ടിന് കയറാം. അതുപോലെ തന്നെ 199 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ അഡൾട്ട്സിന് കയറാൻ പറ്റും കേട്ടോ. നമ്മളിത് അവിടെ അതിനകത്ത് കയറണമെങ്കിൽ സോക്സ് ഒക്കെ ഇടണം. അപ്പോൾ ഞങ്ങളെല്ലാവരും സോക്സ് ഒക്കെ ഇട്ട് ഓരോ ഐറ്റത്തിലായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോർമലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ സ്ഥലമാണെങ്കിൽ അവരെ മാത്രമല്ലേ കയറ്റുള്ളൂ, നമുക്കൊന്നും അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഞങ്ങൾ എല്ലാത്തിലും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അമ്മയുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പിന്നെ ജുഗുനുമാണ് പോയത്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ കുട്ടികളെയും കൊണ്ട് ഒരു കളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മളവിടെ പോസ്റ്റ് ആയിരിക്കില്ല, അവർ കളിക്കും, അവർ വരാൻ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വരും. ഇവിടെ ആ പ്രശ്നമില്ല, നമുക്കും കൂടെ എന്തൊക്കെ വേണമെങ്കിലും കളിക്കാൻ പറ്റും. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഈ സ്ലൈഡറിലൊന്നും കയറാത്ത കാരണമുണ്ട് സ്ലൈഡറിലൊക്കെ കയറുന്നത് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു കേട്ടോ. അടിപൊളിയാണ് എന്തായാലും. ഞങ്ങളവിടെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണേ. അപ്പൊ ഞങ്ങളുടെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു, ഒരു ഹോളിഡേ ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് വേദന ഇനിയിപ്പോ നമ്മള് ഉറങ്ങാൻ പോവാണ്. ഇത് ഇങ്ങനെ ഇരിക്കണ ചുട്ട ഇനിയിപ്പോ നമ്മൾ ഉറങ്ങാൻ പോവാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയില് വേദന വരാം. അതുവരെ ടാറ്റാ. അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞപ്പോഴാണ് ഇവിടെ മഴ പെയ്യണ കാര്യം നിങ്ങള് കണ്ടത്. പുതുമണ്ണിന്റെ മണം ഉണ്ടല്ലേ.